ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി ൂറിയാൻ മുഹബത്തിൻ മധുരത്തേവി മതിലങ്കും മദീനത്തെ രാജാത്തിപ്പൂവി ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി ഹൂറിയാൽ മുഹബത്തിൻ മധുരത്തേവി മതിലെങ്കും മദീനത്തെ രാജാത്തിപ്പൂവി റസൂലൊരു കനവിൽ കണ്ട് ഒത്തിരി ഹലോ ഗേസ് അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ അതാ ഞാൻ ഉണ്ടല്ലോ ഇന്ന് വന്നിട്ടുള്ളത് കല്യാണ വീഡിയോ തന്നെയാണ്. അപ്പോൾ അതിന് മുന്നേ ഇട്ടിട്ടുള്ളതും കല്യാണ വീഡിയോ ആണ് കേട്ടോ. 2 വീഡിയോ ആയിട്ട് കാക്കാനും മോൻ്റെ കല്യാണ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതാ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ പനിയും ജലദോഷം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ശരിയായി വരുന്നേ ഉള്ളൂ കേട്ടോ. സൗണ്ടിനൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അതാ അപ്പോൾ മുന്നിട്ടതും 2 കല്യാണ വീഡിയോ തന്നെയാണ്. അതിൻ്റെ ബാക്കിയാണ് കേട്ടോ വന്നിട്ടിട്ടുള്ളത്. അപ്പോൾ അതാ എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലത്തെ കല്യാണമാണ് കേട്ടോ, ഓഡിറ്റോറിയത്തിൽ മേലാറ്റൂർ. അപ്പോൾ ഗിഫ്റ്റും കാര്യങ്ങളും അവളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കട്ടെ എന്ന് വിചാരിച്ച് കയറിയപ്പോൾ കയറാൻ ഒരുങ്ങുകയാണ് കേട്ടോ. ആഴ്ച വിട്ട് സമയം ഉണ്ടായിട്ടുണ്ടായില്ല. അവളെ ഫ്രണ്ട്സും കാര്യങ്ങളും അവിടെ എല്ലാവരും കുറേ ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ളത് മോൻ്റെ. അപ്പോൾ അതിനെത്തുവാണല്ലോ. അപ്പോൾ കുറച്ച് വീഡിയോ പോലെ തന്നെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് പോരുകയാണ് ചെയ്ത് കേട്ടോ. പിന്നെ അതാ പുതിയ കൊണ്ടുവരണതും പിന്നെ സ്റ്റേജിൽ നിന്ന് ഇറക്കണോ കൊണ്ടുവരണോ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പണിയെടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലേ. അപ്പോൾ ആ വീഡിയോ കൂടി കാണിക്കുന്നുണ്ട്. ശരിക്കൊന്നും കാണിക്കൂല കേട്ടോ, അവനൊരു മോശമില്ലായിരിക്കും. അപ്പോൾ ഞാൻ ശരിക്കൊന്നും കാണിക്കണില്ല, ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് പോലെ കാണിക്കണം മാത്രമേ ഉള്ളൂ. അത് അവിടെ വെച്ചിട്ട് അവരങ്ങനെ ചെയ്തതുണ്ടല്ലോ, അവൾക്കും നല്ല ഇതായിട്ടുണ്ട് കേട്ടോ, ചമ്മലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അത് അതിലെന്താണെന്ന് വെച്ചാൽ പുതിനെ കൊണ്ടുവരണതും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ പണിയെടുത്തതാണ് കേട്ടോ ഇത്. ഇതിൻ്റെ സൈഡിൽ അടിപൊളി ഫോട്ടോ ആണ് കേട്ടോ. അവൻ്റെ ഒട്ടും കാണിക്കാൻ കൊള്ളാത്തതാണ്. അപ്പോൾ ഫോട്ടോ കാര്യങ്ങളാണ് ഇതിൻ്റെ സൈഡിലില്ല കേട്ടോ. അപ്പോൾ അവൾ നല്ല ചമ്മി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അവരുടെ ഫ്രണ്ട്സ് ഒപ്പിച്ച പണിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ചെയ്യുമ്പോൾ എന്തായാലും ഇങ്ങോട്ട് തിരിച്ചിട്ടുമല്ലോ. അപ്പോൾ അവർ അങ്ങോട്ടും ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ചിരിക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ല ചമ്മലായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മുഴുവനായിട്ട് ഇത് കാണിക്കണില്ല, എനിക്ക് തന്നെ ഒരു മടിയുണ്ട് കേട്ടോ കാണിക്കാൻ. പിന്നെ അവനൊരു ഇതാവുമല്ലോ അത്, ഇങ്ങനെ അതിൽ കാണിക്കുമ്പോൾ അവനൊരു ഗതികേടല്ലായിരിക്കും. അപ്പോൾ ഞാനത് കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. ഒരൊറ്റ പണി മാത്രമേ ഉള്ളൂ, അത് നല്ല കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇതന്നെയുള്ളൂ. പിന്നെ കാരണം എന്താ വെച്ചാൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വോയിസും ഒന്നും വലിയ ക്ലിയറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ ഇതിലൊന്ന് വീഡിയോ ഇടാനൊക്കെ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഒരു വീഡിയോസ് കൂടി ഉണ്ടാവും കല്യാണത്തിൻ്റെ, നമ്മൾ അവിടുത്തെ വീഡിയോസ് കേട്ടോ. നമ്മൾ വീട്ടിലില്ലേ കല്യാണത്തിൻ്റെ ഒരു വീഡിയോസും കൂടി കാണിക്കുക അതിൻ്റെ ബാക്കിയായിട്ട് കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. പിന്നെ മുഴുവനായിട്ടും കാണും കേട്ടോ. അപ്പോൾ ഞാൻ പാട്ടോ മ്യൂസിക്കൊക്കെ ഇടായിരിക്കും, കുറച്ച് വോയിസ് അങ്ങനെ കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമ്മളെ കല്യാണ വീഡിയോ തന്നെ നമ്മൾ വീട്ടിലത്തെ കല്യാണ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ ബാക്കിയുള്ള ഇവിടെ ഒന്ന് കണ്ടോക്കി. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കണിൻ്റെ അടിച്ച് ഹോൾ എന്ന ഓപ്ഷനിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ അതാ ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഫോട്ടോ എടുക്കലൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ പുതിയ ഇറക്കണവും കാര്യങ്ങളൊക്കെയാണ് ഇനി ഉള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടോക്കി കേട്ടോ. to be
അപ്പോൾ അതാ പെണ്ണിൻ്റെ വീട്ടിലത്തെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ ഇനി ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോന്ന് ഇപ്പോൾ പോയിണത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നമ്മൾ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് ജാം ജുമുക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം മോനുണ്ടല്ലോ ഇവിടെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ട് അപ്പോൾ ഓന് മോളെ കല്യാണം കഴിച്ചിട്ടുള്ളത് ചരക്കടവക്കാണ്. അപ്പോൾ അവൻ എപ്പോഴും അവൻ്റെ ഉപ്പപ്പാൻ്റെ കൂടെയും പിന്നെ ആപ്പാൻ്റെ കൂടെയൊക്കെ എപ്പോഴും ജാം ജുമുക്ക് വരലുണ്ട് കേട്ടോ. അവന് പെട്ടെന്ന് ഓടി എന്താണെന്ന് ചോദിച്ചാൽ അവന് കളിക്കാനോ കാര്യങ്ങൾക്കൊക്കെ എന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ജാം ജുമെത്തി അവന് എല്ലാ ഡീറ്റെയിൽസും ഇവിടുത്തെ അറിയാം, എല്ലാം അറിയാം. അപ്പോൾ അവൻ്റെ പൂതി എന്താണെന്ന് വെച്ചാൽ പാർക്കിക്ക് ഇവിടേക്ക് കളിക്കാൻ വന്നതാണെന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷം കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും വേണം ഒന്ന് കൂടി ജസ്റ്റ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ കയറിയതാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് പോന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ബോട്ടിൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസം കൂടി ഇനി കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട് ബ്ലോക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത് മേലാറ്റൂർക്ക് കയറുന്ന പിന്നെ അതാണ് കേട്ടോ. അവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇനും ഞങ്ങൾക്ക് ചെന്നിട്ട് വേണം വേറെ ഡ്രസ്സൊക്കെ പിന്നെ മാറ്റി എല്ലാം ചേഞ്ച് ചെയ്തിട്ട് വേണം അടുത്ത നമ്മളെ വീട്ടിലത്തെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് പോകാനും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് അവിടേക്കും കൂടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3/4 മണിക്കൂർ തന്നെ ഇവിടെ വെയിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ
അപ്പോൾ അത് ആ പിന്നെ നമ്മളെ ജ്യൂസുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബ്ലോക്കിൽ നല്ലോണം പെട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കല്യാണത്തിന് എത്തിയത് കേട്ടോ. അപ്പോൾ ഭയങ്കര ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ഷീണമായി പോയിട്ട് നമ്മൾ ഉച്ചക്കത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി തന്നെ പരിപാടി എന്നൊക്കെ ആകുമ്പോൾ ഒരു ക്ഷീണം പോലെ കേട്ടോ. അപ്പോൾ ഒരിക്കലും അങ്ങനെ വെക്കാതിരിക്കും തോന്നണം കേട്ടോ. കല്യാണം പിറ്റേസം തലേന്നും പിറ്റേസം അങ്ങനെയൊക്കെ ആക്കിയിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒക്കെ ഒരു ദിവസം ആകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണവും ഒരു ഉഷാറും കാര്യങ്ങളൊക്കെ കുറഞ്ഞ മാതിരി ഉണ്ടാവില്ലേ കേട്ടോ. അപ്പോൾ ഒരു പ്രശ്നമായി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇനി കാണിക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെ നമ്മളെ വീട്ടിലത്തെ കല്യാണമാണ് കേട്ടോ. അത് രാത്രി ആയതുകൊണ്ട് അത്ര ഫോട്ടോയും കാര്യങ്ങളും വീഡിയോസൊന്നും അങ്ങനെ കിട്ടിയില്ല. എന്നാലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി വലിയ കല്യാണം തന്നെയായിരുന്നു. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.